പുള്ളിയുടെ താമസ സ്ഥലത്തിൽ കൂടെ കൂടിക്കൂടായിരുന്നോ? അതെങ്ങനെയാ? അവർ 5-6 ബാച്ചിലേഴ്സ് ഒന്നിച്ച് താമസിക്കുക. പെട്ടെന്ന് വേറൊരു വീട് അന്വേഷിച്ചിട്ട് ഒന്നും ശരിയായിട്ടില്ല. അതിന് മോള് വിഷമിക്കണ്ട. ഞങ്ങളുടെ വീടിന്റെ മുകളിലത്തെ മുറികളെല്ലാം ഒഴിഞ്ഞു കിടക്കാം. നിങ്ങൾ ഞങ്ങൾക്ക് മക്കളെ പോലെ അല്ലേ? ഇനി മുതൽ നിങ്ങൾ ഇവിടെ താമസിച്ചാ മതി. അപ്പൊ പിന്നെ വാടക? ഓ, അതൊക്കെ ഞങ്ങൾ പിന്നെ മേടിച്ചോളാം. ഹലോ, രോഷ്നിയാ? അതെയാ? ശരി, മാറിക്കളയാം. എവിടെയാ വീട്? അതൊക്കെ പിന്നെ പറയാം. എന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൃത്യം 3 മണിക്ക് തന്നെ റെഡി ആയിരിക്കും കേട്ടോ. ഓക്കെ, കൃത്യം വൈകിട്ട് 3 മണിക്ക് തന്നെ ഞാൻ ഹോസ്റ്റലിൽ ലാൻഡ് ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ച് പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നു. ഓക്കെ? അയ്യ, എന്ത് ഭംഗി! കാർ കയറിപ്പോ പോലെ ഉറക്കം തുടങ്ങിയതാ. ഞാൻ പറയുന്നല്ലോ കേൾക്കുന്നുണ്ടോ? പറഞ്ഞു, ഞാൻ കേൾക്കുന്നുണ്ട്. പിന്നെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റുമ്പോൾ നമുക്ക് കുറെ സാധനങ്ങൾ വാങ്ങിക്കണേ. ഒരു ഡൈനിങ് ടേബിള്, കുറച്ച് ചെയർസ്, ഒരു ഫാൻ, വാഷിംഗ് മെഷീൻ, TV, ഫ്രിഡ്ജ്, മിക്സി, പിന്നെ ഒരു കത്തി എന്നെ കുത്താൻ. ഡ്രൈവർ, ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിയണേ. ഒരു ഉറക്കം. എടുത്തിട്ട് വേഗം വന്നേക്ക്. അല്ല, ഇതാരിത്? ശൈലജേ, ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ. ഡ്രൈവർ, എത്ര രൂപയായി? 15-60. അല്ല, ഇതേ വരുന്നുണ്ട്. കല്യാണത്തിനെന്നോ നിന്റെ ഭർത്താവിന്റെ മുഖം ഒന്ന് കാണാൻ പറ്റിയില്ല. ഇപ്പോഴെങ്കിലും ഒന്ന് കാണാമല്ലോ. അല്ല, അവിടെ ആരെയും കാണാനില്ലല്ലോ. ടാക്സിക്ക് ചില്ലറാൻ കൊടുക്കാൻ പോയതാവും. നീ വാ, പുള്ളിക്കാരൻ വന്നോളൂ. വലത് കാല് വെച്ച് തന്നെ അകത്തോട്ട് കയറിക്കോ മോളെ. വാ. ഹലോ. യെസ്. വാട്ട്? വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. ദേ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്തോ ഇംഗ്ലീഷിൽ തോന്നിവാസങ്ങളൊക്കെ പറയുന്നു. ആ. ഹലോ, ക്യാൻ ഐ സ്പീക്ക് ടു മിസ്റ്റർ രാഘവൻ തമ്പി? വാട്ട് ഈസ് യുവർ നെയിം? മാധവ മേനോന് വളരെ സീരിയസ് ആണ്. മാധവ മേനോൻ സീരിയസ് ആണെന്നോ? അയാളെന്തിനാ വയസ്സുകാലത്ത് സീരിയസ് ആകാൻ പോകുന്നത്? എന്താ? മാധവ മേനോൻ സീരിയസ് ആണ്. നിങ്ങൾ ഇങ്ങോട്ട് തന്നെ. മോളൊന്ന് ചോദിക്ക്. ഹലോ. യെസ്, ഹു ഈസ് സ്പീക്കിംഗ്? എന്താ മോളെ? അച്ഛന് തീരെ സുഖമില്ല. ഉടനെ പുറപ്പെട്ട് ചെല്ലണമെന്ന്. സുഖമില്ലെന്ന് പറയാ തീരെ കിടപ്പിലാണോ? നാട്ടിൽ നിന്ന് ആരോ വിളിച്ചിട്ട് എക്സ്ചേഞ്ചാ പറഞ്ഞത്. ആ, സാരമില്ല, നമുക്കിപ്പോ തന്നെ പുറപ്പെടാം. നീ പ്രഭാകരനെ കൂടെ വിളിക്കും. ഇന്തല്ലേ മോളെ, നീ വീടൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടേ. ഞങ്ങൾ പോയിട്ട് ഉടനെ വന്നേക്കാം. ആ, പോ. ആ, എന്തോ ഇത്? വരട്ടെ. ഒരു വാക്ക് പോലും പറയാതെ പൊക്കളഞ്ഞിട്ട്. അയ്യോ, വളരെ കാലമായിട്ടുള്ള എന്റെ ഒരു ആഗ്രഹമായിരുന്നു സിനിമയിലൊന്ന് അഭിനയിക്കണമെന്ന്. അപ്പൊ സിനിമ ഷൂട്ടിങ്ങിന് വീട് കൊടുക്കുമോന്ന് ചോദിച്ചൊരു പാർട്ടി ഇവിടെ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു വേഷം തരാക്കി തരാമെന്ന്. അവര് തന്ന വേഷമായത് എന്തൊരു തെറ്റ്. ഏതായാലും വേഷം കെട്ടി. എന്നാ വല്ല കൊള്ളാവുന്ന വേഷം കെട്ടാൻ വയ്യായിരുന്നു. ഏതായാലും എന്റെ അഭിനയം കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടായല്ലോ. എങ്ങുണ്ട് അഭിനയം? ഓ, എന്താണ് സാറേ ടേക്ക് എടുത്തോണ്ടിരിക്കില്ലേ? സാറൊന്ന് അവിടെ കിടക്കണം. താൻ എന്തോ പറഞ്ഞോണ്ട് വരുന്നത്? ഒരാളെ പുതുതായിട്ട് അഭിനയിപ്പിക്കുമ്പോ ശവത്തിന്റെ വേഷം കൊടുക്കുക? പിന്നെ ഞാൻ വെച്ച് കല്യാണത്തിന് കിടക്കാൻ മറ്റേ പറ്റും. അനാവശ്യം പറയരുത്. ഞാൻ ആരാന്ന് വിചാരിച്ച് സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്കണേ. ആ സാറി ഇങ്ങോട്ട് കിടന്നാട്ടെ. താൻ പറയുന്നത് അനുസരിക്കണോ? എന്റെ മോളും മരുമോനും എന്ന സ്ഥിതിക്ക് താൻ ഒരു കാര്യം ചെയ്യും, വേറെ ആരെങ്കിലും കിടത്തി അഭിനയിപ്പിക്കും. അയ്യോ, അങ്ങനെ പറഞ്ഞാ പറ്റില്ല. അയ്യോ, എവിടെയായിരുന്നു
പിന്നെ ടാക്സിക്കാരന് പുറകെ അങ്ങ് അറ്റം വരെ പോയി കാണും. ഉറങ്ങിയതുകൊണ്ടല്ലേ കുഴപ്പം മുഴുവൻ പറ്റിയത്. പാവ ശൈലജയുടെ അച്ഛന് സീരിയസ് ആണെന്ന് പറഞ്ഞ് എല്ലാരും കൂടെ പോയിരിക്കാം. ഞാനിവിടെ തനിച്ചായിരുന്നു ഇതുവരെ. കൃത്യം 4 മണിക്ക് ഫോൺ വന്നിരുന്നു അല്ലേ? അതെങ്ങനെ അറിയാം? അല്ല 4 മണിക്ക് ഫോൺ വന്നല്ലേ 5 മണിക്ക് പോകാൻ പറ്റത്തുള്ളൂ. സാറ് വിഷയം മാറ്റാതെ ലേറ്റ് ആയതിന്റെ കാരണം പറഞ്ഞാൽ മതി. അറിഞ്ഞില്ലേ, ഞാൻ ഇവിടെ ടാക്സിയിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ ചേഞ്ച് കിട്ടിയില്ല കൊടുക്കാൻ. അവൻ നേരെ ടൗണിൽ ചെന്ന് എല്ലാ കടകളും നോക്കി. അവിടെ ചെന്നപ്പോ ഒരു കടയും തുറന്നിട്ടില്ല. ഉഴപ്പിയതല്ല, എങ്ങനെയെങ്കിലും ചേഞ്ച് കിട്ടട്ടെ വെച്ച് നിനക്കൊരു സാരി മേടിക്കാന്ന് വെച്ച് ഞാൻ. സാരി വാങ്ങിച്ചാ? ഇല്ല, പിന്നെ 3 രൂപയ്ക്ക് ആപ്പിൾ മേടിച്ചപ്പോൾ എനിക്ക് ചേഞ്ച് കിട്ടി. ചേഞ്ച് കിട്ടി. രോഷ്ണി, ഇത്ര പെട്ടെന്ന് നീ എന്നോട് പിണങ്ങിയോ? സ്വന്തം കയ്യിൽ തന്നെ വെച്ചോണ്ടിരിക്കുന്നേ. രോഷ്ണി, അതെ, അന്ന് നമ്മൾ ആ ഹോട്ടൽ മുറിയിൽ വെച്ച് നിർത്തിയ പാട്ട് തുടങ്ങാൻ പറ്റിയ സമയല്ലേ ഇപ്പൊ? സോറി, വല്ലതും പറ്റിയോ? കാലൊടിഞ്ഞു. കഥ അടച്ചിട്ട് വേഗം വരണേ. കമരേ ബന്ധു. ഓ ജയോ. കാപ്പി കാപ്പി കാപ്പി. നല്ല രസം, എന്നിട്ട് കാണിച്ചേ. അയ്യടാ, വെയിൽ വന്നിട്ട് എത്ര നേരായി? എഴുന്നേറ്റേ. കാപ്പിയൊക്കെ നമുക്ക് പിന്നെ കുടിക്കാം. ഓളിഞ്ഞ് വന്നേ. അയ്യോ, ഒന്ന് ചുമ്മാ ഇരി. അവരിതുവരെ വാടക പോലും വായിച്ചില്ല. കട്ടിൽ ഓടിച്ചെന്റെ ഈശ്വര. ആര്? വീട്ടുകാര്. വീട്ടുകാര്. അയ്യോ, എന്റെ അച്ഛനും അമ്മയും ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ട. അച്ഛനും അമ്മയും? ആരുടെ അച്ഛനും അമ്മയും? ഈ വീട്ടിലെ അച്ഛനും അമ്മയും. ഈ വീട്ടിലെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് നമ്മുടെ രണ്ടുപേരും അച്ഛനും അമ്മയും. കാരണം നമ്മൾ രണ്ടുപേരും അനാഥരാണല്ലോ. എത്രയും പെട്ടെന്ന് നടക്കണം, ഒട്ടും സമയങ്ങളല്ല. അതിനെന്താ, കട്ടിലിന്റെ വില കൊടുത്ത പോരെ? അയ്യോ പോരാ, നീ വലതുകാലി വെച്ച് ഈ വീട്ടിലേക്ക് വന്ന് നിന്റെ തിരുമോന്ത കണ്ടപ്പോ തന്നെ ശൈലജ അച്ഛൻ ജാവാൻ കിടക്കുക. ഇപ്പൊ കളവൻ ചിലപ്പോൾ ചത്തു പോയിക്കണം. ഇപ്പൊ കത്തിൽ ഒടിഞ്ഞു. ഇനി ഒട്ടും സമയങ്ങളല്ല, എത്രയും പെട്ടെന്ന് നടക്കണം. അയ്യോ, ദേ അവര് വന്നു. അയ്യോ, ദേ വരുന്നു. അച്ഛൻ എങ്ങനെയുണ്ട് ചാലു? അച്ഛൻ ഒരു കുഴപ്പമില്ല. ഏതോ തന്തയ്ക്ക് പറക്കാത്തവന്മാരെ പറ്റിച്ച പണിയാ. അവിടെ ഏതോ പടത്തിന് ഷൂട്ടിങ് കിടക്കായിരുന്നു. ഞങ്ങളുടെ മൂത്ത സന്തതി ഇവളുടെ ഭർത്താവ് പ്രകാപരൻ ഇവിടുത്തെ കൊട്ടുപൊരാജൊരു സിനിമയെ കൊട്ടാൻ വേണ്ടി ഏതോ ഡയറക്ടർമാരുടെ പുറകെ തൂങ്ങി നടക്കുക. അവസാനം ഞൊട്ടിപ്പിരിയേ ഉള്ളു. ആ, എവിടെ മുഖംമൂടി? മോളിലുണ്ട്, ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളൂ. ആ, അപ്പൊ ഞാൻ മോളിൽ പോയി കാണാം. രാവിലെ വന്നോണ്ടേ അവരെന്തിനാ ഉപദ്രവിക്കുന്നത്? ഈ വന്നേ, ഈ വന്നേന്ന്. ഉപദ്രവൊന്നുമില്ല. ഈ വന്നേ. സുഭദ്രേ, കുളിക്കാനൊക്കെ വെള്ളം ചൂടാക്കി ഒഴിച്ചേ. ശരീരത്തൊക്കെ ഭയങ്കര വേദന. അത് ശരി, ദുർജലം കുറയ്ക്കാനായിട്ട് ആ വീട്ടു ജോലിക്ക് ആള് വേണ്ടാന്ന് വെച്ചു. ഇപ്പൊ അതെനിക്ക് തന്നെ പാരയായി. ഇതെങ്ങനെ ഇവിടെ വന്നു? നിങ്ങൾക്ക് നാണുണ്ടോ മനുഷ്യ? എന്താ അതിന്? വേണ്ട വേണ്ട, ഉരുളുകയും പെരളുകയൊന്നും വേണ്ട. പുതിയതായിട്ട് കല്യാണം കഴിച്ച പെണ്ണും ചെറുക്കനും താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് എത്തി നോക്കാൻ നോക്കുന്നു. നാണല്ലല്ലോ, ഇങ്ങോട്ട് ഇറങ്ങിയേ. മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ പറയല്ലേ എന്റെ സുഭദ്രേ. ഇങ്ങോട്ട് ഇറങ്ങാൻ. നീ അവിടെ മാറ്. എന്തൊരു കഷ്ടമെന്ന് നോക്കണേ. ഈ ഏണി എടുത്ത് ആ തൊഴുത്തി കൊണ്ടുവന്ന് വെക്കണം. ആ, പതുക്കെ. എടുത്തോണ്ടുപോയി. അല്ല, നീ ഇതെപ്പോ വന്നത്? ഇന്നലെ രാത്രി. എന്നിട്ട് റോഷി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. രോഷ്ണിയാ? ഏത് രോഷ്ണി? മോളിൽ താമസിക്കുന്നവള്. ഓ, ഞാൻ വന്നവള് കണ്ടു കാണില്ല. അപ്പൊ പിന്നെ നിനക്ക് ആരാ കഥ അവളുടെ തുറന്നത്? ഭർത്താവ്. അവളുടെ ഭർത്താവ്. നീ അവനെ കണ്ടോ? ആ, പരമഭാഗ്യവാൻ. നിനക്കെങ്കിലും ദർശനം കിട്ടിയല്ലോ. അമ്മേ, ദാ വരുന്നു. ഞാൻ ഇപ്പൊ വരാം.
എന്താ മോളെ? അമ്മ പ്രദീപിനെ കണ്ടോ? ദേ ഇപ്പൊ അകത്തോട്ട് പോയതേ ഉള്ളൂ. നിനക്ക് എങ്ങനെ അവനെ അറിയാം? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, മോൻ പറഞ്ഞു അവൻ എന്നെ കണ്ടിട്ടില്ലെന്ന്. നിന്റെ ഭർത്താവാണ് രാത്രി അവന് കഥവ് തുറന്നു കൊടുത്തെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചോദിച്ചതാ. ഏത് പ്രദീപിന്റെ കാര്യം അമ്മ പറയുന്നേ? എന്റെ മോൻ പ്രദീപ്. ഓഹോ, ഞാൻ വിചാരിച്ചു എന്റെ ഹസ്ബൻഡിന്റെ കാര്യമാണെന്ന്. ആണോ? പുള്ളിക്കാരന്റെ പേരും പ്രദീപ് എന്നാ. അത് ശരി. വന്നിട്ട് ഇതേവരെ അടുക്കളയിലോട്ട് കയറിയിട്ടില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എന്തോ? അയ്യോ, എന്റെ മോന്റെ അതേ ശബ്ദം. ചെല്ലു ചെല്ലു. ഇത് എവിടാ നിൽക്കുന്നത്? ഞാനിവിടെ ഉണ്ടേ. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? അതുമല്ല, ഞാൻ താഴെ മുഴുവൻ നോക്കിയിട്ട് വരികയായിരുന്നു. ദേ, എനിക്കൊരു അബദ്ധം പറ്റി. പറ്റിയെന്ന് പറഞ്ഞാൽ മതി, അബദ്ധാന്നുള്ള എനിക്കറിയാം. ശ്ശോ, അതല്ല, പിന്നെന്താ? താഴെ തമ്മിയുടെ രണ്ടാമത്തെ മോന്റെ പേര് പ്രദീപ് എന്നാ. ആണോ? ആ, എന്റെ ഭാഗ്യം. അതെന്താ? എടി, അവരെന്റെ കൂട്ടുകാരനല്ലേ? ഞാനല്ലേ അവന് രാത്രി കഥ തുറന്നു കൊടുത്തത്. എന്നിട്ട് എന്താ എന്നോട് പറയുന്നത്? ഓ, എങ്ങനെ പറയാനാ? നീ ആണെങ്കിൽ കൂർക്കം വെച്ച് ഉറക്കം വരുന്നില്ലേ? രാവിലെ ഞാനതങ്ങ് മറന്നുപോയി. ആ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ വേഗം കുളിച്ച് റെഡിയാവട്ടെ. ഇന്ന് ബാങ്കിൽ ഓടിച്ചുകൊള്ളതാ. ഞാൻ രാത്രി വരെ ലേറ്റ് ആകുവേ. എന്നുവെച്ചാ 2 ദിവസം ലീവ് എടുത്തു എന്നും പറഞ്ഞ് എന്നെ കൊണ്ട് ലീവ് എടുപ്പിച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഓഡിറ്റിംഗ് ഉണ്ടെന്നോ? ഓ, വഴക്കാക്കാതെ പെണ്ണെ. ലീവ് കിട്ടും തന്നെ ഞാനും വിചാരിച്ചിരുന്നു. പക്ഷെ കിട്ടിയില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഓ, ബാക്കിയുള്ളവർക്ക് ലീവ് അങ്ങനെ ചുമ്മാ കിടക്കുമല്ലേ? ഇപ്പൊ മനസ്സിലായ നിന്നെ കൊണ്ട് ഇതിനെ ലീവ് എടുപ്പിച്ചെന്ന്. മോൾ ഇതൊക്കെ അലക്കി വീടൊക്കെ വൃത്തിയാക്കി വെക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞെത്തില്ലേ? അയ്യേ, ജന്തു നാണമില്ലാത്തത്.